Vaidyaratnam P.S. Warrior Ayurveda College Kottakkal, along with the hospital, has been a center of academic excellence, scientific researches and healthcare services for more than 100 years. Many pioneers have shared their wisdom and clinical expertise and played an important role in building the pride of this institution. Let us lend our ears to the words of Sri E.P. Rajagopalan, who penned down a memory in his book Perugal Perumattangal. അദ്ദേഹം എന്നോട് കവിത ചൊല്ലാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ധാരാളമായി ചൊല്ലാറില്ല, എങ്കിലും ചിലതൊക്കെ ഓർമ്മയുണ്ട്. ആശാൻ കവിത ഓർമ്മയുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ശ്ലോകം ചൊല്ലി. പിന്നീട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഴ എന്ന ശബ്ദം വരുന്ന ശ്ലോകം ചൊല്ലാമോ എന്നാണ്. അപ്പോൾ പുഴയൊഴുകും വഴി എന്ന് തുടങ്ങുന്ന ആ പ്രസിദ്ധമായ ശ്ലോകം ഏതാണ്ടൊക്കെ വൃത്തിയായി ചൊല്ലാൻ പറ്റി. അപ്പോഴാണ് അതൊരു ചികിത്സാ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് രോഗിയായ ഞാൻ തിരിച്ചറിഞ്ഞത്. മസ്തിഷ്കാഘാതം വന്ന ചിലർക്കെങ്കിലും ഴ എന്ന ശബ്ദം സ്ഫുടമായി ഉച്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ട് എനിക്കുണ്ടോ എന്ന് അറിയാനാണ് അദ്ദേഹം ആ ശ്ലോകം ചൊല്ലാൻ വേണ്ടി പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിഗമനം അപ്പം തന്നെ പറയുകയുണ്ടായി. വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ സ്ഫുടമായി എല്ലാ വാക്കുകളും എല്ലാ ശബ്ദങ്ങളും ഉച്ചരിക്കാനുള്ള സന്ദർഭം ഉണ്ടാകുമെന്ന് ആശംസിച്ചിട്ട് പോവുകയാണ് ഉണ്ടായത്. അത് എന്നിലുണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ഏത് മരുന്നിനേക്കാളും പ്രധാനമാണല്ലോ ഈ ആതുരന് കിട്ടുന്ന ആത്മവിശ്വാസം. This doctor, who instilled such confidence in his patients just by his kind words, was none other than Dr. Prakash Mangalasheri. പ്രകാശപഥം അഗ്നിനക്ഷത്രമായി ആയുർവേദത്തിലേക്ക് ജ്വലിച്ചിറങ്ങിയ ഒരു അവധൂതന്റെ ജീവിതയാത്ര. He was born to Sarojini Amma and Kuniraman Master in the remote village of Vallur in Kozhikode on 25th May 1974. He started his primary education in Government UP School Vallur and continued there till his 7th standard. Though he had to walk miles from his home to reach school, his determination to excel helped to overcome such difficulties. At school, he left no stones unturned, excelling in both curricular and extracurricular activities. His friends and teachers recollect his regular presence at science fairs, sports meets and cultural events. In 1989, he completed his SSLC with flying colours, being the first to bag distinction from Nochad School. ഞാൻ ആദ്യമായി നൊച്ചാട് HSൽ വന്നപ്പോൾ 8G ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു പ്രകാശ് മംഗലശ്ശേരി. കണക്ക് അധ്യാപികയായിരുന്നു ഞാൻ. ഇത്രയും വർഷത്തെ അധ്യാപിക വൃത്തിക്കിടെ ഇത്രയും നല്ലൊരു വിദ്യാർത്ഥിയെ വേറെ കണ്ടിട്ടില്ല. നല്ല സ്വഭാവം, വിനയം, അച്ചടക്കം എല്ലാം ഉണ്ടായിരുന്നു. അവൻ്റെ മരണം ഒരു തീരാ ദുഃഖമാണ്. ചികിത്സാ രംഗത്തും നല്ല സേവനമാണ് അവൻ കാഴ്ചവെച്ചത്. അവൻ ഒരിക്കലും മരിക്കുന്നില്ല. അവൻ്റെ ചിരിക്കുന്ന മുഖം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് ലാളിത്യം കലർന്ന പെരുമാറ്റശൈലി, രണ്ടാമതായി പഠനത്തിൽ തീരെ താല്പര്യം ഇല്ലാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു തണലായിരുന്നു. ഹൈസ്കൂൾ പഠന കാലഘട്ടത്തിൽ പതിവായി അക്കാദമിക് എക്സലൻസ് നിലനിർത്തിയതോടൊപ്പം കോ കരിക്കുലാർ ആൻഡ് എക്സ്ട്രാ കരിക്കുലാർ രംഗത്ത്
പ്രകാശ് മംഗലശ്ശേരി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. തൻ്റെ ബഹുമുഖ പ്രതിഭ കൊണ്ടും സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടും പ്രകാശ് സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും പൊന്നോമനക്കുട്ടനായിരുന്നു. ജില്ലാ കലോത്സവ വേദികളിൽ തൻ്റെ മനോഹരമായ ശൈലിയിലുള്ള ഇംഗ്ലീഷ് പദ്യം ചൊല്ലൽ, അക്ഷരശ്ലോകം എന്നിവ ഇന്നും മനസ്സിൽ മായാതെ അവശേഷിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് തന്നെ വല്ലാതെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന കാലിൻ്റെ വേദന അലോപ്പതി മേഖലയിൽ ഫലപ്രദമായ ചികിത്സയില്ലാത്ത ഒരുതരം വാതകവും ഒരുപക്ഷെ അതിൻ്റെ പരിഹാരം തേടിയുള്ള യാത്രയാവാം മികച്ച ഒരു ആയുർവേദ ഡോക്ടറാവാൻ പ്രേരണയായതും ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയനായ ഒരു ഗവേഷകനും വിശഗ്വരനുമായി മാറിയത്. ഞാൻ ഹെഡ് മാസ്റ്റർ ആയ അവസരത്തിലാണ് ഞാൻ സ്കൂളിൽ ചേർന്നത്. 1986 ജൂണിൽ ആയിരുന്നു. നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു പ്രകാശ്. പാഠ്യേതര വിഷയങ്ങളിലും വളരെ പ്രാവീണ്യം നേടിയ വിദ്യാർത്ഥിയായിരുന്നു. Later, he joined for his pre-degree in Farouk College, Kozhikode, where he did the course for a period of 1989 to 1991. In 1991, he joined for BAMS at Vaidyaratnam P.S. Warrior Ayurveda College, Kottakkal. With a tough curriculum, he made no compromise with his studies or other activities. His life seemed to be a fine blend of all the colors of a campus. An active participant of club activities, NSS and the college union, 1 year college union general secretary, 1 year college union chairman, and above all, first rank holder and gold medalist in the university examination of 1998. In 1999, he was selected as best outgoing student from Kerala Ayurveda colleges and awarded with Vaidyan KGK Panikkar Memorial Award. പ്രകാശനെ സംബന്ധിച്ച് എന്നിലുള്ള തിളങ്ങുന്ന ഓർമ്മകൾ ഞാൻ ഇവിടെ പങ്കുവെക്കട്ടെ. ആദ്യമായി പ്രകാശനെ കാണുന്നത് അയാൾ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ അയാളെ ഒരു രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അയാളുടെ സ്നേഹധനനായ അച്ഛൻ കുഞ്ഞിരാമൻ മാസ്റ്റർ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ്. രണ്ടാമത്തെ ഓർമ്മ പിന്നീട് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ വിദ്യാർത്ഥിയായി മെറിറ്റ് ലിസ്റ്റിൽ വന്ന് അവിടെ അഡ്മിഷൻ നേടിയ സമയമാണ്. പിന്നെ എല്ലാ ദിവസവും മിക്കവാറും തമ്മിൽ കാണുമായിരുന്നു. ഓർമ്മിക്കുന്ന ഒരു കാര്യം, വാർഷിക കായികമേളയിൽ കോളേജ് ഗ്രൗണ്ടിലെ പവിലിയനിൽ ആക്ഷേപഹാസ്യത്തിനായുള്ള ഒരു ബോർഡുണ്ടായിരുന്നു. അതിൽ പ്രകാശനോടൊരു ചോദ്യം ചോദിക്കുന്നതായി അതിലെഴുതിയിരുന്നു, എങ്ങനെ മരിക്കാനാണ് ആഗ്രഹം എന്ന്. അതിന് പ്രകാശൻ നൽകിയെന്ന് പറയപ്പെടുന്ന ഉത്തരം ആയുർവേദ സംഹിതകൾ തലയിൽ വീണ് മരിക്കണമെന്നാണ് ആഗ്രഹമെന്ന്. പാഠ്യേതര പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തവും പ്രകാശനുണ്ടായിരുന്നു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിൽ അസൂയാർഹമായ നേതൃത്വ പാഠവുമായിരുന്നു പ്രകാശൻ്റേത്. കോഴിക്കോട് സർവകലാശാലയിൽ ഫൈനൽ BAMSന് ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയപ്പോൾ ഞാൻ അറിഞ്ഞ ഉടനെ തന്നെ അയാളെ വിളിപ്പിച്ച് ഒരു അഭിനന്ദന കത്തും നൽകി. അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. ചികിത്സാ രംഗത്തെ സീനിയർ വ്യക്തി എന്ന നിലയ്ക്ക് സന്തോഷിക്കുന്നു. അക്കാദമിക രംഗത്തെ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ നിന്നിൽ നിന്ന് കൂടുതൽ സംഭാവനകൾ പ്രതീക്ഷിക്കുന്നു. പിന്നീട് ഓർമ്മിക്കുന്ന ഒരു കാര്യം, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ നൽകുന്ന ആ സമയത്താണ്. സാധാരണ യാന്ത്രികമായി ഔപചാരികമായി എല്ലാവർക്കും ഗുഡ് എന്നെഴുതുന്ന ഒരു പതിവാണ് വിദ്യാഭ്യാസ രംഗത്ത് എവിടെയും കണ്ടിട്ടുള്ളത്. എന്നാൽ പ്രകാശന് ഞാൻ സ്വഭാവത്തെപ്പറ്റി വിശേഷിപ്പിച്ച് നൽകിയ വാക്ക് എക്സംപ്ലറി എന്നായിരുന്നു. അത് ഗുഡെന്നോ വെരി ഗുഡ് എന്നോ എക്സലൻ്റ് എന്നതിനേക്കാളൊക്കെ എത്രയോ ഉപരിയാണെന്ന് എൻ്റെ പരിമിതമായ വൊക്കാബുലറിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. കോട്ടക്കൽ കോളേജിൽ ട്യൂട്ടർമാരുടെ സെലക്ഷൻ നടന്ന സമയമാണ് പിന്നീട് പ്രകാശനുമായി കാണാനിട വന്നത്. പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ മികച്ച ആയുർവേദ അധ്യാപകനുള്ള ആത്രേയ അവാർഡ് നൽകപ്പെട്ട സമയം. ആ വിവരം അറിഞ്ഞ ഉടനെ ഞാൻ
പ്രകാശനെ സ്നേഹപൂർവ്വം, അഭിമാനപൂർവ്വം, ആഹ്ലാദപൂർവ്വം ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഹോസ്റ്റലിലെ പലവിധ പ്രവർത്തനങ്ങളായാലും NSS യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളായാലും ആയുർവേദ കോളേജ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളിലായാലും എല്ലാം വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് കോട്ടക്കൽ ആയുർവേദ കോളേജിൻ്റെ അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ ഉന്നതിക്കായി പലവിധ സമര പോരാട്ടങ്ങളിൽ നേതൃത്വം നൽകിക്കൊണ്ട് കോളേജ് യൂണിയനിൽ ഒരു വർഷക്കാലം ജനറൽ സെക്രട്ടറി ആയിട്ടും ഒരു വർഷക്കാലം ചെയർമാനായിട്ടും നേതൃത്വം നൽകി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പരീക്ഷകളിൽ ഒന്നാമനാകണം എന്ന ഒരു വാശിയിൽ പഠനം നടത്തിയ പ്രകാശനെയാണ് ഞങ്ങൾ പലപ്പോഴും കണ്ടിരുന്നത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജൂനിയേഴ്സിന് പരീക്ഷയുടെ 1-2 ദിവസം മുമ്പ് വിളിച്ചിരുത്തി ക്ലാസ്സുകളെടുത്ത് പഠിപ്പിച്ച് അവരെ പരീക്ഷ പാസ്സാക്കുന്ന പ്രകാശൻ്റെ ഒരു അധ്യാപന പാഠവും പ്രകീർത്തിക്കപ്പെട്ടതാണ്. പലപ്പോഴും രോഗികൾക്ക് സൗജന്യമായി പരമാവധി മരുന്നുകൾ എത്തിച്ചു കൊടുത്തു. അത്യാവശ്യം വേണ്ട ഘട്ടങ്ങളിൽ പണമായി തന്നെ സഹായങ്ങൾ ചെയ്തു രോഗികളുടെ വേദനയിൽ അവർക്ക് ശമനം നൽകാനുള്ള എല്ലാവിധ പ്രയത്നങ്ങളും പ്രകാശിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. In the year 1998, Dr. Prakash secured the first rank in the PG entrance examination conducted by Gujarat Ayurveda University, following which he enrolled for MD in Kai Chikitsa. He worked relentlessly during his post-graduation period under the guidance of Professor M.S. Baghel, Dr. K.P. Skandan and Dr. A.B. Thakur. He bagged multiple awards for Best Scientific Paper in 2000 and 2001. The saga of achievements continued as he completed his Masters in 2001, securing first rank with a gold medal. Dr. Prakash Mangalaseri happened to be my MD scholar. My first MD scholar, rather I would say, as a co-guide, and I am proud that I was his teacher, and any teacher would love to have a disciple like Dr. Prakash Mangalaseri, who was obedient, committed and very disciplined scholar. In the field also he has proved that thing. Actually, in academic, in research and in clinic, in every field he excelled and set a benchmark. Actually, he never said no to any mission, and he was committed to the development of Ayurveda. And Ayurveda have very few scholars in the field like Dr. Prakash Mangalaseri, and he has given new heights to many things. Of course, Government of Kerala has recognized him as a best teacher, and he was best teacher. He was having a very good, clear and distinct knowledge of Ayurveda, including very good explanation in with clinical hand, which is really rare combination. The Ayurveda community and personally I will miss a lot Dr. Prakash Mangalaseri forever, and of course Ayurveda community as a whole will remember him a lot with love and with respect. Dr. Prakash's journey as a teacher began in July 2001 at SDM Ayurveda College, Hassan, where he joined as a tutor and continued up to 2003. Dr. Prakash Mangalaseri, who has joined us in 2002 as a teacher of Kai Chikitsa. Dr. Mangalaseri is a great motivator. His inspiration has led many of the students to reach their higher status. He had very in-depth knowledge in research. The interpersonal relations what he had always made us to remember him. I remember one instance, his humanity towards the people at the in difficult situation is always remembered. Dr. Mangalaseri is always with us in our every deeds, especially while treating the patients, teaching the students, and in the research. There are many people who make their presence felt in their presence, but there are very few who make their presence felt when in their absence. Probably one of the most inspiring and motivational teacher whom I have come across in my career is Dr. Prakash Mangalaseri.
Sir was one of the most inspiring, motivating teacher. Not only in his academic excellence, clinical practices, research culture that he has inculcated in me, but the various life skills that he has always inspired me in my life. He was always eager to teach students, easily accessible, and give a clear idea of all the concepts that he used to inculcate among them. Each and every point that he used to express us, I was very lucky to have him as my teacher during my post-graduation, and the entire span of my post-graduation he has guided me in my total development. I owe all my learnings to my inspirational teacher, Dr. Prakash, and as rightly said by Swami Vivekananda, my teaching is my interpretation of the ancient books in the light in which my teacher has shed light on them. He has been one of the most inspiring teacher ever in many of our life, and as his name itself says, he has been Prakasha, or illuminating all of us in his presence as well as his absence. I bow to the Almighty to pray that his soul rests in peace. Gurubhyo Namah. In the year 2006, he married Dr. Vandana, who is presently working as a medical officer under the ISM department. They have 2 children, Adisheshan and Samhita. ഡോക്ടർ പ്രകാശ് മംഗലശ്ശേരി എന്ന വ്യക്തിപ്രഭാവത്തിൻ്റെ ഭാര്യാപദവിയിൽ ജീവിക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഹൃതമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ഭർത്താവ്, സുഹൃത്ത്, അച്ഛൻ, മകൻ എന്നീ നിലകളിലൊക്കെ തന്നെയും അനിതര അസാധാരണമായിട്ടുള്ള ഒരു പെർഫെക്ഷനിസം വെച്ചു പുലർത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിനെ പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന കൃത്യനിഷ്ഠത, സത്യസന്ധത, അഗാധമായിട്ടുള്ള ജീവിത ദർശനങ്ങൾ, വാഗ്മിത്വം, സഹജീവികളോട് കാണിക്കുന്ന കരുണ, ആർദ്രത, അവരോടുള്ള സമീപനങ്ങൾ, എത്തിക്സ്, ഇവയൊക്കെയും തന്നെ ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും എത്രയോ മടങ്ങ് അധികമായിട്ട് അദ്ദേഹത്തിന് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെ ഒരു മനുഷ്യന് ഇത്രയ്ക്കധികം സാധിക്കുന്നു എന്നും ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. തിരശ്ശീലകൾക്ക് മുന്നിലുള്ള പ്രകാശ് മംഗലശ്ശേരിയെ കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ തിരശ്ശീലയ്ക്ക് പുറകിലുള്ള പ്രകാശ് മംഗലശ്ശേരി എനിക്ക് മാത്രം അറിയാവുന്ന ഒരു പ്രകാശ് മംഗലശ്ശേരി ഇതിനേക്കാളൊക്കെ എത്രയോ ഉപരിയായിട്ടുള്ള ഒരു ഉത്കർഷമായിട്ടുള്ള ഒരു ആത്മബോധം വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. വളരെ സാധാരണമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിക്കുള്ള ഒരു ജനിതകമോ ആർജിതമോ ആയിട്ടുള്ള കഴിവുകളൊന്നും തന്നെ ആയിരുന്നില്ല അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേകതകളായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. കാരണം അദ്ദേഹം ഇരുന്നൊരു പുസ്തകം വായിക്കുകയോ അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയോ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പോലും പഠിക്കുന്ന കാലത്ത് വായിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് വളരെയധികം അതിനെ നല്ലതുപോലെ ഹൃദിസ്ഥമാക്കുകയും ഏത് സമയത്തും പുനരവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒന്ന് മറിച്ചു നോക്കേണ്ടെന്ന ആവശ്യം തന്നെ ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം അതിനെ എല്ലാം തലയിൽ തന്നെ എഴുതി വയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് അദ്ദേഹം എൻ്റെ സദ്ഗുരുവും വഴികാട്ടിയുമാണ്. തൻ്റെ ജീവിതവും പ്രവൃത്തിയും തൻ്റെ കർമ്മ മേഖലകൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു കർമ്മമാണ്. അതിലൊക്കെ ഉപരിയായിട്ട് തൻ്റെ ജീവിത നിയോഗങ്ങളും തന്നിൽ ഭരമേൽപ്പിച്ചിട്ടുള്ള കർത്തവ്യങ്ങളും വിധാതാവിന് പോലും അസൂയ ഉളവാക്കുന്ന രീതിയിൽ പൂർത്തീകരിച്ച് അവിശ്വസനീയമായിട്ടുള്ള വേഗതയിൽ എല്ലാം പൂർത്തീകരിച്ച് ജീവിതോദ്ദേശം സഫലീകരിച്ചിട്ട് വളരെ പെട്ടെന്ന് മടങ്ങിപ്പോയിട്ടുള്ള ഒരു അവധൂതൻ. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെയാണ് പറയാനുള്ളത്. ഡോക്ടർ പ്രകാശ് മംഗലശ്ശേരി എന്ന ഒരു എക്സലൻറ്റ് ഡോക്ടറിനുപരിയായി അദ്ദേഹം ഞങ്ങൾക്കൊരു വളരെ ലവിങ് ആൻഡ് കെയറിങ് ആയിട്ടുള്ള ഒരു സഹോദരനായിരുന്നു, ഭർത്താവായിരുന്നു, അച്ഛനായിരുന്നു, മകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കൽ പോലും പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കാതെ തന്നെ ചുറ്റുമുള്ള ആളുകളെ പ്രചോദിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആയുർവേദം നിലനിൽക്കുന്നിടത്തോളം കാലം ആ പ്രകാശം നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. He was appointed as medical officer at Government Ayurveda Dispensary Ulliyeri, Kozhikode in July 2003.
He has been working as a lecturer at Vaidyaratnam P.S. Varyar Ayurveda College since July 31st, 2004. From 2017 onwards, he served as a professor in the Department of Kaya Chikitsa. ആയുർവേദ കോളേജിലെ എൻ്റെ സഹപാഠിയും കഴിഞ്ഞ 15 വർഷത്തോളമായി ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ സഹപ്രവർത്തകനുമായിരുന്ന ഡോക്ടർ പ്രകാശ് മംഗലശ്ശേരി. പഠനകാലത്ത് തന്നെ അദ്ദേഹം എല്ലാ മേഖലകളിലും പ്രാവീണ്യം പ്രകടിപ്പിച്ചിരുന്നു. ഇത് പിന്നീട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനകാലത്തും അധ്യാപന രംഗത്തും പ്രവർത്തിക്കുമ്പോൾ ഈ മികവ് കൂടി വന്നു. ഇത് കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ മികച്ച ആയുർവേദ അധ്യാപകനുള്ള അവാർഡ് വരെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. ആയുർവേദത്തിലെ സിദ്ധാന്തങ്ങൾ വ്യക്തവും ലളിതവുമായി വിവരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് തന്നെ രാജ്യത്ത് നടന്ന എല്ലാ സെമിനാറുകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെയധികം പ്രകടമായിരുന്നു. രോഗികളെ മനസ്സറിഞ്ഞുകൊണ്ട് ചികിത്സിക്കാനും ആയുർവേദ സിദ്ധാന്തങ്ങളിൽ ഊന്നിയുള്ള ചികിത്സ ചെയ്യാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ മികച്ച ഡോക്ടർ എന്നുള്ള പേര് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. ഇതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകനുമായി മാറി അദ്ദേഹം. ഡൽഹിയിൽ CCRIS, ആയുഷ് മുതലായവയുടെ നയരൂപീകരണ വേളകളിലുള്ള മീറ്റിങ്ങുകളിൽ ഡോക്ടർ പ്രകാശ് സ്ഥിര സാന്നിധ്യമായിരുന്നു. ഇതുകൊണ്ട് തന്നെ കോട്ടക്കലിൻ്റെ ആശയങ്ങളെ അവയിൽ ഉൾപ്പെടുത്താൻ ഒരു പരിധിവരെ അദ്ദേഹത്തിനായിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വിവിധ സെമിനാറുകളിൽ അദ്ദേഹം പ്രബന്ധം അവതരിപ്പിക്കുകയും ആയുർവേദത്തിൻ്റെ അനന്ത സാധ്യതകളെ മറ്റു ശാസ്ത്രശാഖയിലുള്ള വിദഗ്ധരെ പോലും ഒന്ന് അംഗീകരിപ്പിക്കുകയും ചെയ്യാൻ പറ്റിയിരുന്നു. അദ്ദേഹം ആയുർവേദത്തിനും കോട്ടക്കൽ ആയുർവേദ കോളേജിനും നൽകിയ സംഭാവനകൾ വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാലത്തിന് മറയ്ക്കാനാവാത്ത ആ ചിന്താധാര ഡിപ്പാർട്ട്മെന്റ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയൊരളവ് വരെ പ്രചോദനമായി തീരും എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രകാശ് സാറിൻ്റെ ആദ്യകാല വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഞാൻ. സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് ഞങ്ങളെല്ലാവരെയും കൂട്ടി വാർഡ് റൗണ്ട്സിന് പോവുകയും ഓരോ പേഷ്യൻ്റെയും അടുത്ത് പോയി നിന്ന് വിശദമായി ആ കേസ് പറഞ്ഞു തരുന്ന സാറിൻ്റെ രൂപമാണ്. ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത സംഗതിയാണത്. കാരണം ഈ ജീവിതത്തിൽ ഒരു ക്ലിനീഷ്യൻ എന്ന നിലയിൽ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒരു അടിത്തറ പാകി തന്ന ഒരാൾ, അതിനുവേണ്ടി നമ്മളെ നന്നായി പഠിപ്പിക്കാൻ വേണ്ടി ധാരാളം എഫർട്ട് എടുത്ത ഒരാൾ, പലപ്പോഴും രാവിലെയും വൈകുന്നേരവും ഒക്കെ റൗണ്ട്സിന് വന്ന് കൂടെ നമ്മളെ കൂട്ടി ഓരോ കേസും നമുക്ക് ഏൽപ്പിച്ച് തന്ന് അതിന് ഒരു ഗൈഡൻസ് തന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അതിനുശേഷവും സാറ് ധാരാളം വേദികളിൽ നമ്മൾ കണ്ടുമുട്ടുമ്പോഴെല്ലാം ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയും അത്രയും ഊഷ്മളതയോടുകൂടി ഒക്കെ തന്നെ നമ്മളെ ചേർത്ത് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. സാറ് പോയ ശേഷമാണ് സത്യത്തിൽ ആ വിടവ് അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യത്തിൻ്റെ ശക്തി എനിക്ക് ഏറ്റവും ബോധ്യമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എത്ര കാലം ഞാൻ പ്രാക്ടീസ് ചെയ്യുമോ അത്രയും കാലം പ്രകാശ് സാറിൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലൂടെയും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളിലൂടെയും എന്നിൽ നിലനിൽക്കുന്നതായിരുന്നു. BAMSന് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ ഞങ്ങളെ കായചികിത്സ പഠിപ്പിച്ചത് പ്രകാശ് സാറായിരുന്നു. ക്ലാസ് റൂം, OP, IP, രോഗികൾ എന്നിങ്ങനെ സമഗ്രമായിരുന്നു ആ പഠനവേളകൾ. ശ്ലോകങ്ങൾ കൃത്യമായി അവസ്ഥാനുസരണ രോഗികൾ കാണിച്ചു തന്നായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ എളുപ്പമായിരുന്നു. ഹി വാസ് ആൻ എക്സലന്റ് ടീച്ചർ ആസ് വെൽ ആസ് എ ക്ലിനിഷ്യൻ, ഓൾസോ റോൾ മോഡൽ ഇൻ പ്രൊഫഷണൽ എത്തിക്സ്. രോഗികളെയും വിദ്യാർത്ഥികളെയും വളരെയധികം പ്രകാശ് സാർ സഹായിച്ചിരുന്നു, പ്രത്യേകിച്ച് പഠനത്തിലും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരെ. BAMS കഴിഞ്ഞ് എന്ത് സഹായത്തിനും പ്രകാശ് സാർ വെളിപ്പുറത്തുണ്ടായിരുന്നു. എന്നും ഞങ്ങളുടെ മനസ്സിൽ ജ്വലിക്കുന്ന ഓർമ്മകളായി പ്രകാശ് സാർ ഉണ്ടാകും. There was a lot of craze among students to be with Prakash sir, to go for rounds with him, as he was a very passionate teacher. He used to treat many neurological disorders untreatable in allopathy like MND, GB syndrome, etc. Various Kushta patient, very chronic Kushta patient. So along with that, infertility, he was a specialist in male infertility especially. He always used to remember his guide while doing rounds for IBD patients. Also always used to tell that because of Jayadevan sir only he did his PG from Jamnagar. If sir wouldn't have been there in Jamnagar, he would have stayed here only. And his approach, the integrated approach for that allopathy, it was a through Ayurvedic perspective. He will see allopathy through Ayurveda. It was exactly opposite for other people. They will see Ayurveda through allopathy.
So he was having a very different approach. He used to do a lot of charity to the patient. After rounds, he will tell Ganesh, you come to rounds, and then you come to department. So when I go to department, he will give some money to me, many a times 4,000, 5,000, 1,000, 10,000, and he will tell you give that patient. He is very poor patient, so we have to do that investigation to the patient. So he may not be able to pay it. So you give that money and don't tell that money I have given. So he was a rare combination of clinician as well as academician, and along with that very extraordinary human. He himself used to tell that life is a karma yoga. You just have to keep on doing your karma and without expecting anything. പ്രകാശ് സാറിന്റെ ശിശു പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ കണ്ണീരൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സാറിന്റെ കേൾഷിപ്പിലെ ഏറ്റവും അവസാനമായിട്ട് PG പഠനം പൂർത്തിയാക്കിയ വ്യക്തിയാണ്. പ്രധാനമായിട്ട് സാർ എന്നെ പറഞ്ഞ വഴക്കുകളാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഓർമ്മ വരുന്നത്. ആ സമയത്ത് നല്ല വിഷമം തോന്നിയിരുന്നു, ദേഷ്യം തോന്നിയിരുന്നു. സാറ് പലരോടും പറഞ്ഞിട്ടുണ്ട്, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞിട്ടുള്ള എൻ്റെ ശിശു എന്ന് പറയുന്നത് പരശുവാണെന്നുള്ളത്. പക്ഷെ ആ ചീത്തയുടെയും ആ ഒരു വഴക്കിൻ്റെ ഒരു മൂല്യം മനസ്സിലായത് പിന്നീട് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷമാണ്. ഓരോ പേഷ്യൻസ് വന്നിട്ട് മരുന്ന് കഴിച്ചിട്ട് മാറ്റമുണ്ട്, ഓരോ അസുഖങ്ങൾ മാറുമ്പോഴും പിന്നീട് നമുക്ക് ചെറിയ ചെറിയ അംഗീകാരങ്ങൾ കിട്ടുമ്പോഴൊക്കെ അതിലൊരു സാറിൻ്റെ സാന്നിധ്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാർ പഠിപ്പിച്ച ഓരോ ശിഷ്യന്മാരും പറയുന്നത് സാർ ഇല്ലാതാവുന്നില്ല, സാർ നമ്മളോട് ജീവിക്കുന്നുള്ളതാണ്. അത് മനസ്സുകൊണ്ട് ആവാഹിച്ചിട്ട് ആ രീതിയിൽ ഓരോ ദിവസം സാറിനെ ആലോചിച്ചിട്ട് ഓരോ പ്രിസ്ക്രിപ്ഷനിലും സാറിനെ ആവാഹിച്ചിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സാറ് പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി എന്നിരിക്കെ സാറിനെ കുറിച്ചുള്ള ഓർമ്മകളൊന്നും ഒരിക്കലും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മായുന്നതല്ല. സാറിൻ്റെ തിങ്കളാഴ്ചത്തെ റൗണ്ട്സും അതേപോലെ ബുധനാഴ്ചത്തെ OP, വ്യാഴാഴ്ചത്തെ ക്ലിനിക്കൽ ക്ലാസ്, ഇതൊക്കെ കേവലം ഒരു അക്കാദമിക് പഠനത്തിനപ്പുറം ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്നതാണ്. സാറ് റൗണ്ട്സിന് പോകുമ്പോൾ ഓരോ പേഷ്യൻസിനെയും കണ്ട് ഒക്കെ ശരിയാവിട എന്ന് പറഞ്ഞിട്ട് അവരുടെ പുറത്ത് തട്ടുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ, അതൊക്കെ ഒരു വൈദ്യൻ എന്നുള്ള നിലയിൽ സാറിൽ നിന്നാണ് ഞങ്ങൾ ഓരോരുത്തരും പഠിച്ചത്. പിന്നെ അതേപോലെ തന്നെ സാറ് പഠിപ്പിക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെ തന്നെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങൾ ഒരാൾ പോലും സാറിൻ്റെ ക്ലാസ് ഒന്നും മിസ് ചെയ്യാറില്ല. മിക്കവാറും സാറിൻ്റെ ക്ലാസ്സിലൊക്കെ ഫുൾ അറ്റൻഡൻസ് ആണ് ഉണ്ടാവാറ്. പിന്നെ അതേപോലെ OPയിലാണെങ്കിലും സാറ് പഠിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞത് കേവലം പുസ്തകങ്ങൾക്ക് അപ്പുറമാണ് ഞങ്ങൾക്കുള്ളത്. സാറിന് ഓരോ ടെക്സ്റ്റ് ബുക്കത്തെ ഓരോ ശ്ലോകത്തിന് അല്ലെങ്കിൽ ഓരോ വരിക്കും സാറിന് പറയാൻ ഓരോ കേസുകളും ഓരോ അനുഭവങ്ങളും ഉണ്ടാവും. എങ്ങനെ ഒരു അധ്യാപകനാവണം, അതേപോലെ തന്നെ എങ്ങനെ ഒരു നല്ല ഡോക്ടർ എന്നുള്ളത് തീർച്ചയായും സാറിൽ നിന്നാണ് നമ്മളെല്ലാവരും മാതൃകയാക്കിയത്. സാറിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് തികച്ചും ഭയങ്കരമായിട്ടുള്ള നഷ്ടമാണ്. പക്ഷേ കേവലം ഒരു ഭൗതിക നഷ്ടമായിട്ട് മാത്രമേ ഞങ്ങൾ ഇപ്പോഴും അത് കണക്കാക്കുന്നുള്ളൂ. ഇപ്പോഴും സാർ ഞങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പ്രകാശ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ 8 മണി മുതൽ 1 മണി വരെയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ OP ടൈം ഉള്ളത്. സാറ് രാവിലെ 8 മണി മുതൽ അധികം 3 മണി വരെ OPയിൽ ഇരിക്കാറുണ്ട്. സാറിന് അത്രയും പേഷ്യൻ്റ് വരാറുണ്ടായിരുന്നു. പിന്നെ ചായ കുടിക്കാൻ പോലും സാർ അധികം പോവാതെ കണ്ടിന്യൂസ് OPയിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു സാറ്. പിന്നെ IPയിലേക്ക് വരുവാണെങ്കിൽ ഏത് പേഷ്യൻ്റിനെയും പിന്നെ എല്ലാ ദിവസവും കഴിവതും സാറ് വരുന്ന എല്ലാ ദിവസവും സാറ് റൗണ്ട്സ് എടുക്കാറുണ്ട്. പിന്നെ സാറ് വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് സാറിന് നമുക്ക് തരാറ്. സാറ് അത്രയും എല്ലാവരുമായിട്ടും നല്ല കെയറിങ്ങുമാണ് സാറ്. പേഷ്യൻസ് ആയാലും നമ്മുടെ സ്റ്റാഫിനോടായാലും എന്തുണ്ടെങ്കിലും രാവിലെ വന്നാൽ ജസ്റ്റ് ഒരു വിശേഷം ചോദിക്കലായാലും നമ്മളെ ഒരു കെയറിങ് എപ്പോഴും സാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. I was the expert for Best Outgoing Student of Kerala award which he got in 1998. That time itself I felt his in-depth knowledge and understanding. After post-graduation he joined me at SGM College of Ayurveda Hospital Hassan as my colleague in the Department of Kaya Chikitsa. That was very golden time where we had spent a lot of discussions, academic discussions, clinical discussions and the classical discussions. We had the academic feast, I can say that one. I had always admire his knowledge, the classical understanding, in-depth knowledge and the clinical acumen, diagnostic precision. Always he have the very good understanding of that one, and he is a great teacher, I can say, and clinician also. And over and above, he is a great human being.
is very good at heart. He never had ego, though in spite of having all the many peaks he has seen in the small age, still he had a ground to earth. He always loved the people and loved by many people. He is the rarest of rare personality in the field of Ayurveda and even entire humanity also. പ്രായം കൊണ്ട് വളരെ ചെറുപ്പക്കാരനായിരുന്നെങ്കിലും ഡോക്ടർ പ്രകാശ് മംഗലശ്ശേരി എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹം വളരെ നല്ല നിലയിൽ ആയുർവേദ കോളേജിൽ നിന്ന് പാസ്സായ ശേഷം ഒരു ആയുർവേദശാലയുടെ നിയമനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അദ്ദേഹം അപ്ലിക്കേഷൻ അയച്ചു. ഇവിടെ ഇൻ്റർവ്യൂ നടന്നു. ഇൻ്റർവ്യൂ നടന്നതിൽ ഒന്നാം സ്ഥാനക്കാരൻ യാതൊരു സംശയമില്ല ഡോക്ടർ പ്രകാശ് മംഗലശ്ശേരി തന്നെയായിരുന്നു. ആയുർവേദശാലയിൽ ജോയിൻ ചെയ്യുന്ന ദിവസത്തെ ഞങ്ങൾ കാത്തിരുന്നു, സത്യം പറഞ്ഞു. പക്ഷേ ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ഉപരിപഠനത്തിനുള്ള സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ തോന്നിയത് ആയുർവേദശാലയ്ക്ക് പിറക്കാതെ പോയൊരു മകൻ എന്ന് ഞാൻ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹം പഠനം കഴിഞ്ഞ് വന്ന് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ തന്നെയാണ് ജോയിൻ ചെയ്തത്. അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സേവനം കോട്ടക്കൽ ആയുർവേദ കോളേജിൽ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം വളരെ വിപുലീകരിക്കപ്പെട്ടു. ഒട്ടേറെ ആൾക്കാർക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടായി. കോളേജിന് മൊത്തം പ്രയോജനമുണ്ടായി എന്ന് പറയുമ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളുടെ നല്ലൊരു അധ്യാപകനും വഴികാട്ടിയുമായി, രോഗികൾക്ക് പ്രിയപ്പെട്ട ഡോക്ടറായി, സഹപ്രവർത്തകർക്ക് എന്നും ഊർജം നൽകുന്ന ഒരു സ്രോതസ്സായി മാറി. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗമുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം അദ്ദേഹം നൽകിയ പ്രിസ്ക്രിപ്ഷനുകളുമായി ഒട്ടേറെ രോഗികൾ ആയുർവേദശാലയിൽ പലപ്പോഴായി വരികയുണ്ടായി. എല്ലാ രോഗികൾക്കും ഒന്നേ പറയാനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, പരിഗണനയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനെക്കുറിച്ച്, ആ ചികിത്സയുടെ കൈപ്പുണ്യത്തെക്കുറിച്ച് എല്ലാവരും വളരെ വാചാലരായിട്ടാണ് സംസാരിച്ചത്. എല്ലാവരും പറയാതെ പറയുകയായിരുന്നു, ഞങ്ങൾ ഇനിയൊരു പ്രകാശ് മംഗലശ്ശേരി സാറിനെ പോലെ ഒരു ഡോക്ടറെ കണ്ടെത്തില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു ബിഷപ്പ്കരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം അതുതന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. യഥാർത്ഥ ആയുർവേദത്തിന്റെ പ്രകാശം ലോകമെമ്പാടും വിതറിയ മഹാചികിത്സകൻ. ചെറുതുരുത്തി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ സ്നേഹനത്തിന്റെ ക്ലാസ് എടുക്കാൻ മിക്കവാറും വരാറുണ്ട്. ഈ പ്രകാശം വിതറുന്ന ഒരു വിളക്കാണ് ആദ്യ സ്ലൈഡ്. പ്രകാശം വിതറുന്ന ഒരു വിളക്ക്. ആ വിളക്ക് അഗ്നിയെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നതാണ്. ആ ക്ലാസ്സോട് കൂടി തുടങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്ലാസ്സുകളിൽ ഒന്നായി, ഏറ്റവും മികച്ച ക്ലാസ്സുകളിൽ ഒന്നായി തീരുകയാണ് പ്രകാശിന്റെ. Prakash, in deep thoughts of my guru and friend Dr. Prakash, I will always be grateful to him in my heart for what he taught me. I miss him with all my heart, also in the thoughts of all students in Germany who were in India. Oh sir, Dr. Prakash, I miss you so much. You are deeply in my heart. Thank you for all. Thank you. In 2002, he won the gold medal for the best research thesis by the Institute of Indian Medicine, Pune.
He also won 4 Best Scientific Paper Presentation Awards, twice in international seminars and twice in national seminars in the year 2000, 2001 and 2003 respectively. He received the Best Scriptwriter Award for Educational Video Competition conducted by the UGC in the year 2004. He was an external expert for designing standard treatment protocols for NCDs and an expert committee member of validation of Ayurvedic case taking and treatment protocols under CCRAS New Delhi. He was also a resource person for syllabus modifications and PG diploma course under CCIM. He was a chairperson of National Seminar Gujarat Ayurveda University, Jamnagar. In May 2017, he was invited as a speaker for the second Ayush International Conference held at Harvard Medical School, Boston, USA. He presented a paper on pain management in diabetic neuropathy at the National Seminar on Ayurveda for Pain Management held by the Government of India on the second National Ayurveda Day. He was a guest speaker at the National Workshop on Geriatrics conducted by the Ministry of Ayush, Government of India in 2007. He was also a speaker in CME and ROTP programs organized by Rashtriya Ayurveda Vidyapeeth and Ministry of Ayush. He was an inevitable faculty for the courses offered to foreigners by Gujarat Ayurveda University, Jamnagar. He was an expert member of the Rashtriya Ayurveda Vidyapeeth. He conceived and executed the idea of Agnivesha Award for bringing out the brightest students of Ayurveda by conducting various competitions nationwide on behalf of the centenary celebrations of Vaidyaratnam P.S. Warrior Ayurveda College in 2018. Dr. Prakash Mangalasheri was an expert in the WHO Working Group Members Technical Committee for developing benchmark for the practice in Ayurveda and Unani. He was a resource person in the workshop conducted by WHO and CCRAS for devising safety and efficacy guidelines of Panchakarma. He participated in multiple international and national seminars. He was an editor for Ayurveda Standard Treatment Guidelines, a document prepared by the Ministry of Ayush, Government of India in 2017. He was a contributing author for the Protocol of Prevention and Control of Diabetes mellitus through Ayurveda, released on World Ayurveda Day by Ministry of Ayush. He was a reviewer and associate editor of the new edition of Charaka Samhita, led by FHED and Dr. Gopal Vasisht, Orlando, Florida. Kottakkal Ayurveda School of Excellence, CASE, is a unique wing of Kerala Ayurvedic Studies and Research Society, KASRS. Dr. Prakash took in charge as the director of CASE on June 2018. He harnessed his clinical acumen and knowledge in increasing the competency and skill of Ayurveda graduates. He took initiative for conducting certificate programs in Smriti meditation, Ayurvedic management of autism and Ayurvedic psychotherapy, therapeutic yoga, advanced clinical skills in Ayurveda, male infertility management, Panchakarma and Kerala specialities. His administrative efficiency was a great resource in the establishment, conduct and development of CASE. ആരോഗ്യരംഗത്ത് തന്നെ വന്ധ്യത കൂടി വരികയാണ് ചെയ്യുന്നത്. അത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ആഹാര രീതിയിൽ വന്ന മാറ്റങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ, പ്രവൃത്തിയിൽ വന്ന മാറ്റങ്ങൾ, ഉറക്കത്തിൽ വന്ന മാറ്റങ്ങൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വന്ധ്യതയ്ക്കുള്ള സാഹചര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാറിയിട്ടുണ്ട്, നമ്മുടെ ഉറക്കശീലങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം വന്ധ്യത പണ്ടൊക്കെ ഉള്ളതിനേക്കാൾ വളരെ കൂടുതലാണ്. ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു 15 വർഷം മുമ്പ് 20 വർഷം മുമ്പ് ആവറേജ് മെയിൽ കൗണ്ട് എന്ന് പറയുന്നത് 50 മില്യൺ ആയിരുന്നു WHO നിർണ്ണയിച്ചത്.
ഇപ്പോഴത് 15 മില്യൺ മതി എന്നായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അന്നത്തെ ആവറേജ് 50 മില്യണിൽ നിന്ന് ഇന്ന് 15 മില്യണിലേക്ക് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെയിൽ സെക്ഷുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് സാഹചര്യങ്ങൾ. പിത്ത കഫങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചികിത്സയാണ് ആയുർവേദത്തിൽ ഈ ഇൻഫെർട്ടിലിറ്റിക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ ദോഷങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ശുക്ലം കേവലം കൗണ്ട് നോക്കുക, മോട്ടിലിറ്റി നോക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ശുക്ലത്തിൻ്റെ നിറം, അതുപോലെ അതിലുണ്ടാവുന്ന അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് വ്യത്യാസം, തനുത്വം, കട്ടിക്കുറവ്, അല്ലെങ്കിൽ അതിൻ്റെ പിച്ചിലത്വം, അതിൻ്റെ ഈ വിസ്കോസിറ്റി കൂടുതൽ, ഇത്തരം കാര്യങ്ങളൂടെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ചികിത്സ. പ്രിവെൻറ്റീവായിട്ട് ഡയബറ്റിക് ന്യൂറോപ്പതി വരാൻ സാധ്യതയുള്ള എല്ലാ പേഷ്യൻറ്റിനും കാലിനെണ്ണ തയ്ക്കാൻ വേണ്ടി മരുന്ന് കൊടുക്കുന്നത്. നമ്മളിത് പറഞ്ഞാലേ പേഷ്യൻ്റ് നിങ്ങൾക്ക് നാളെ കാലിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ കണ്ണിനെ സംരക്ഷിക്കും, നിങ്ങൾ കാലിനെണ്ണ വെച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പേഷ്യൻ്റ് പറയുന്നത്. പറഞ്ഞിട്ട് ചില പേഷ്യൻ്റ് ഭയങ്കര ഡെഡിക്കേറ്റഡ് പേഷ്യൻ്റ് 6 മാസം കൃത്യമായിട്ട് ചെയ്തു പറയും, സാർ ഇപ്പോൾ വ്യത്യാസമുണ്ട്, ഇപ്പോൾ കണ്ണിലേക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും കരിമാലിക്കെന്ന് പറഞ്ഞിട്ട് വന്ന് പ്രാവശ്യം വീണ്ടും അഡ്മിറ്റ് ചെയ്തു ട്രീറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഇതൊരു വേറെ പേഷ്യൻ്റ് ആയിരുന്നു, ഡയബറ്റീസ് വിത്ത് സിവിയർ പെരിഫറൽ വാസ്കുലർ ഡിസീസ്, ഗാംഗ്രീൻ ഉള്ളൊരു പേഷ്യൻ്റ്. ഈ പേഷ്യൻ്റ് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഈ പേഷ്യൻ്റ് 6 പേഷ്യൻ്റായിരുന്നു, ഹൈ ഡയബറ്റിക് ആയിരുന്നു, പെരിഫറൽ വാസ്കുലർ ഡിസീസ് ഉണ്ടായിരുന്നു, ഗാംഗ്രീൻ ഉണ്ടായിരുന്നു, 6 മാസത്തോളമായിട്ട് സിവിയർ പെയിനായിട്ട് കഴിയായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോയിപ്പോൾ എൻ്റെ ഓർഗൻ ഫീലാണെന്നൊക്കെ പറഞ്ഞു വിട്ട പേഷ്യൻ്റായിരുന്നു. അയാൾ കോട്ടയം നടന്ന അവർ പറഞ്ഞു വെച്ചാൽ ഡോക്ടറെ 6 മാസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് 1 ദിവസം ഉറങ്ങണം, ഞാൻ ഉറങ്ങിയിട്ട് മരിച്ചാൽ കുഴപ്പമില്ല. നമ്മൾ ഒറ്റ ദിവസം ക്ഷീരവസ്ഥ ചെയ്ത പേഷ്യൻ്റ്, ഗുരുജി തരത്തിലുള്ള ക്ഷീരവസ്ഥ പേഷ്യൻ്റ് സുഖമായിട്ട് ഉറങ്ങി. 3-4 പ്രാവശ്യം ചെയ്ത് പേഷ്യൻ്റ് സുഖം. ഇതൊന്നും നോക്കുന്നത് അതിൻ്റെ ഏണിങ്സിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നത്, ആ പാർട്ട് ആലോചിക്കുന്നത്. അതുപോലെ ഈ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എക്സസൈസ് അങ്ങനെ ശരിയായിട്ടുണ്ട്. ഒരു സംശയമില്ല. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഉള്ളൊരു കൺഫ്യൂഷൻ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് പുറത്തിറങ്ങുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആരെങ്കിലും ഇപ്പോൾ വെറുതെ ഇരിക്കുന്നുണ്ടോ? ഈ പേഴ്സണലായിട്ട് ആഗ്രഹിച്ച് കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ പോയി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ പോയി പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹമില്ല, ഫാമിലി നോക്കുന്നു, അതൊക്കെ വേറെ തരത്തിൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലാണ്. അപ്പം ഈ ക്ലിനിക്കലി എസ്റ്റാബ്ലിഷ് ആവണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അങ്ങനെ ഇറങ്ങിയ ഒരു മടി വിചാരിക്കാതെ ഇറങ്ങി, ആ ഒരു സംശയം. Dr. Prakash had registered for PhD under Kerala University of Health Science. He was the first Ayurveda faculty to be registered for PhD under course. His PhD thesis was titled An Exploratory Clinical Study to Evaluate the Effectiveness of an Ayurvedic Gruel Dashamula Yavago in Type 2 Diabetes mellitus. He had submitted his thesis in the first week of November 2019 under the guidance of Dr. E. Sudendran, former HOD, Kai Chigilsa Department. Dr. Prakash Mangalasheri was the recipient of the prestigious Atreya Award 2019 instituted by the Government of Kerala for the Best Ayurveda College Teacher. He received the award from Srimadi K.K. Shailaja Teacher, Honorable Minister for Health and Social Justice. He was elated and humble at the same time. He shared this happiness and victory with the staff and students of Vaidyaratnam P.S. Warrior Ayurveda College at a function on November 5th, 2019. Not one person would have imagined, even in the wildest dreams, that his speech on November 5th would be the last one. ഓർമ്മയുടെ സമൃദ്ധമായ അറകളിൽ വൈദ്യജ്ഞാനം പോലെ തന്നെ രോഗികളുടെ ബയോഗ്രഫിയും അടുക്കി വെച്ച മാനവികതയുടെ സൂക്ഷിപ്പുകാരനായിരുന്നു ഡോക്ടർ പ്രകാശ് മംഗലശ്ശേരി. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോഴും പഴയ രോഗിയുടെ രോഗവിശേഷങ്ങൾ അദ്ദേഹം ചോദിച്ചറിയും. ചിലപ്പോൾ പേരുപോലും ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുക്കും. രോഗം ജീവിതത്തെ പ്രതിസന്ധിയിലേക്ക് നയിക്കുമ്പോൾ ഇച്ഛാശക്തി പകർന്നു കൊടുത്താണ് ശരീരവും മനസ്സും അദ്ദേഹം ശക്തിപ്പെടുത്തിയിരുന്നത്. തൻ്റെ രോഗിയുടെ വളർച്ചയിലും ഉയർച്ചയിലും വ്യക്തിപരമായ താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പ്രബന്ധങ്ങളും പ്രഭാഷണങ്ങളും ഗവേഷണങ്ങളുമായി ഒരു മനുഷ്യജന്മം കൊണ്ട് പണിപ്പെട്ട് സാധിക്കുന്നതാണ് ഒരു ചെറിയ കാലം കൊണ്ട് അദ്ദേഹം സാധ്യതമാക്കിയത്. ആദരാഞ്ജലികൾ അപൂർവങ്ങളിൽ അപൂർവമായ ആ മഹാപ്രതിഭയ്ക്ക്. I am absolutely fine and healthy. Its credit goes to late Prakash sir and his wonderful team who gave me a new life. On 10th November 2019, I got to know about the tragic death of Dr. Prakash sir and I was completely stunned and was a deep sorrow. I felt like a lost someone from my own family. His sad demise in early age is a great loss of BPSV College and Hospital Kottakkal and Ayurveda world.
He was very talented and experienced doctor. He was very friendly with all of his patients and was a great humanistic person. He took my case as a challenge and used to tell to think positive no matter how worse the situation is, and have the belief that things will get better and you will be healthy once again. നമ്മുടെ കോളേജിലെ അധ്യാപകനായിരുന്ന ഡോക്ടർ പ്രകാശ് മംഗലശ്ശേരി ഓർമ്മയായിട്ട് ഒരു വർഷം തികയാണ്. നവംബർ 10 ഒരു വർഷം തികയാണ്. ഒരു കോളേജിലെ ഭരണാധികാരി എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ഡോക്ടർ പ്രകാശ് മംഗലശ്ശേരി അദ്ദേഹം ചെയ്തിരുന്ന ജോലിയോട് പൂർണ്ണമായ നീതി പുലർത്തി എന്ന് വേണം പറയാൻ. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക്, ഒരു ചികിത്സകൻ എന്ന നിലയ്ക്ക്, കൂടെ സഹപ്രവർത്തകരോട് കാണിക്കേണ്ട ദയ, ആർദ്രത, മനുഷ്യബന്ധങ്ങൾ ഏത് നിലയ്ക്കെടുത്താലും അത് വളരെ പൂർണ്ണമായ ഒരു ഔദ്യോഗിക തലത്തിൽ പറയുകയാണെങ്കിൽ അത് കൃത്യമായി നിർവഹിച്ചിട്ടാണ് ഡോക്ടർ പ്രകാശ് വിട വാങ്ങിയത്. പക്ഷേ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നത് ആരായാലും, നമ്മുടെ കൂടെ ഉള്ള സഹപ്രവർത്തകർ ആരായാൽ പോലും ഒരുപക്ഷെ ഡോക്ടർ പ്രകാശുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഔദ്യോഗിക ബന്ധങ്ങൾ വെച്ചിട്ടൊന്നും ആയിരിക്കില്ല. അത് തികച്ചും വ്യക്തിപരവും വളരെ വൈകാരികവുമായ ഒരു തലത്തിലായിരിക്കും. അത് ഇവിടെയുള്ള മുഴുവൻ ജീവനക്കാരും എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളും തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടി പ്രകാശ് സാറിൻ്റെ അടുത്ത് അവരുടെ ബന്ധുക്കളെയോ അവരുടെ സുഹൃത്തുക്കളെയോ നാട്ടുകാരെയോ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടാവും. അവരോട് ഉള്ള കാണിച്ചിട്ടുള്ള ഒരു ദയ, അവരോട് കാണിച്ചിട്ടുള്ള ഒരു സ്നേഹം, അതുവഴി ഈ കൊണ്ടുവന്നവർക്കെല്ലാം തന്നെ ഔദ്യോഗിക ഒരു സ്ഥാനമാനങ്ങൾക്ക് അപ്പുറമുള്ള സാറിനോടുള്ള ഒരു വ്യക്തിബന്ധം, അത് വളരെ വളരെ വ്യത്യസ്തമായ ഒരു ബന്ധമാണ്. പിന്നെ ഇത്തരം ആളുകളുടെ ഒരു നമ്മൾ ബന്ധങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ ഒരു വീഡിയോയിൽ ഒതുക്കാവുന്ന കാര്യങ്ങളല്ല. അത് വളരെ വളരെ വൈകാരികമായ ഒരു തരത്തിൽ ബന്ധമുള്ളതാണ്. അത് ഔദ്യോഗികമായി എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ. അത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഒരു കടന്നു വരികയും മറ്റെല്ലാം മറന്നുകൊണ്ട്, ജീവിതത്തിൻ്റെ ചുറ്റും നടക്കുന്നതിനെല്ലാം മറന്നുകൊണ്ട് ആയുർവേദത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അത് എഴുതിയും പ്രസംഗിച്ചും പറഞ്ഞും ക്ലാസ് എടുത്തും ചികിത്സിച്ചും ഒക്കെ ചെയ്തുകൊണ്ട് പെട്ടെന്ന് വരികയും കുറേ കാര്യങ്ങൾ ചെയ്തു തീർത്ത് കടന്നു പോവുകയും ചെയ്ത ഒരാളാണ് ഡോക്ടർ പ്രകാശ് മംഗലശ്ശേരി. അദ്ദേഹം ഇല്ലാതായതിൽ നിന്ന്, ഫിസിക്കലി ഇല്ലാതായതിൽ സത്യം പറഞ്ഞാൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം വന്ന ഒരു ദൗത്യം അത് കൃത്യമായി പൂർണ്ണമായും പൂർത്തീകരിച്ച ശേഷമാണ് അദ്ദേഹം പോയത് എന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ക്യാമ്പസിനും മുഴുവൻ, അദ്ദേഹത്തിൻ്റെ പരിചയമുള്ളവർക്കും മുഴുവൻ തന്നെ മനസ്സിലുള്ളത് ഡോക്ടർ പ്രകാശ് മംഗലശ്ശേരിക്ക് മരണമില്ല. അതുകൊണ്ട് അദ്ദേഹം എവിടെയാണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി, നിത്യശാന്തിക്ക് വേണ്ടി എല്ലാവരുടെ ഒപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. And here we are after 1 year of Sir's demise to get energy from Sir's thoughts and visions. We believe he will exist through his thoughts and students, the unperishable and ever-shining source of knowledge who still spreads light to many more, a real legend who is immortal in our